കലാപം തുടരുന്ന നേപ്പാളിൽ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജ്യം വിടും എന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന സൂചന. ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണ് വരുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, അങ്ങനെ നേപ്പാൾ പ്രധാനമന്ത്രി രാജ്യം വെക്കുന്നു, പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. കടുത്ത പ്രതിഷേധമായിരുന്നു. ഒരുപക്ഷെ നേപ്പാളിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള അതിരൂക്ഷമായ പ്രതിഷേധം, പ്രക്ഷോഭക്കാർക്ക് മുന്നിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് കീഴടങ്ങേണ്ടി വരുന്നു. അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്ന ഒറ്റ നിലപാടിലായിരുന്നു സമരക്കാർ. ഇന്നലെ നേപ്പാളിൽ 26 സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ടായിരുന്ന നിരോധനം നേപ്പാളിൽ ഇന്നലെ പിൻവലിച്ചിരുന്നു. അത് പിൻവലിച്ചാൽ സമരം പിൻവലിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആവശ്യം. എന്നാൽ ആ ആവശ്യത്തെ സമരക്കാർ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് അതിരൂക്ഷമായ പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭം മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും വസതിക്ക് നേരെയായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ ഇന്ന് തീവയ്ക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് പ്രക്ഷോഭം ഒരു പടി കൂടി കടന്ന് പാർലമെന്റ് കത്തിക്കുന്ന രൂപത്തിലേക്ക് പ്രക്ഷോഭം മാറുന്നു. ഒപ്പം വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ വരുന്നു. നേപ്പാളിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ ഒരുപക്ഷെ നേപ്പാളിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം, സമാനതകളില്ലാത്ത വിധം പ്രക്ഷോഭം ഉണ്ടാകുന്നു. അതിന് ഒരു തരത്തിലുള്ള സമാധാന രൂപവും ഉണ്ടായിരുന്നില്ല. വീടുകൾ കത്തിക്കുന്നു, മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആക്രമണം നടത്തുന്നു, പാർലമെന്റ് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിക്ക് അതിനു മുമ്പിൽ പ്രക്ഷോഭകാരികൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നത്. ആ കീഴടങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇനി ഒരുപക്ഷെ നേപ്പാൾ പോകുന്നത് രാഷ്ട്രീയ അടിയന്തരാവസ്ഥയിലേക്കായിരിക്കാം. അതിന്റെ സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. സൈന്യം തന്നെ നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ സൈന്യത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തേക്കായിരുന്നു പ്രക്ഷോഭത്തിന്റെ പോക്കും, പ്രക്ഷോഭത്തിന്റെ രീതിയും അങ്ങനെയായിരുന്നു. ആൾക്കൂട്ടമായിരുന്നു പ്രക്ഷോഭത്തെ നയിച്ചത്. ഒരു സംഘടനയോ ഒരു നേതാവോ ഈ പ്രക്ഷോഭത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചാണ്, ആരോടാണ് ഇതിൽ സമാധാന ചർച്ച നടത്തേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരുവിധ വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ആ ആവശ്യം സമരക്കാർ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒടുവിൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു.